ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ, നമ്മുടെ എല്ലും കപ്പയും. അതിന് നമ്മുടെ റിച്ചുകൂട്ടിന് ഇവിടെ ഇരുന്നപ്പോൾ റിച്ചുകൂട്ടിന് ഭയങ്കര ആഗ്രഹം ഒരു കപ്പ ബിരിയാണി കഴിക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ടുണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പയും ഒരു 1.5 കിലോ എല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ല് നല്ലപോലെ കഴുകി നല്ല മുഴനെഞ്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചു. കപ്പ കൊത്തിഞ്ഞുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലപോലെ വേകുന്ന കപ്പയാണ് എന്ന് പറഞ്ഞാണ് മേടിച്ചേക്കുന്നത്. അങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലൊക്കെ നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ കടുകിട്ടില്ല, നമ്മൾ അതിനകത്തേക്ക് ഒരു പിടി കരിയാപ്പില ഇട്ട് കൊടുത്തു. പിന്നെ 2 മീഡിയം സൈസ് സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി. നമ്മൾ വേറെ തക്കാളിപ്പഴം അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിനകത്തേക്ക് പൊടി ഐറ്റംസ് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് നമ്മുടെ ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ. നമ്മൾ മീറ്റ് മസാലയൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ പൊടി ഐറ്റംസ് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് നല്ലപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ നന്നായിട്ട് വഴറ്റി നമ്മുടെ എല്ല് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 10 വിസിൽ വരെ ഇത് നല്ല കുക്കറാണ്, പുതിയ കുക്കറാണ്. അപ്പം ഒരു 10 വിസിലടിക്കുമ്പോൾ അത് ആ എല്ല് നിറച്ചിയൊക്കെ വിട്ട് നല്ല അടിപൊളിയായിട്ട് പോരും. അപ്പം അതുകൊണ്ട് ഞാനൊരു 10 വിസിലടുപ്പിക്കും എല്ലിന്. പിന്നെ അന്നേരത്തേക്ക് നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ കപ്പ കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ ഇതേ തിളച്ച് വെന്തു. കപ്പ വാങ്ങി നല്ലപോലെ വേകുന്ന കപ്പയായിരുന്നു. കപ്പ ഊറ്റി അപ്പോഴത്തേക്ക് നമ്മുടെ 10 വിസിലടിച്ച് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി. നമ്മൾ തുറന്ന് നോക്കി, നല്ല സൂപ്പറായിട്ട് നമ്മുടെ എല്ല് വെന്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ചാറൊക്കെ വേണം. അപ്പോൾ എല്ലും കപ്പയും തീരെ അങ്ങ് ഡ്രൈ ആയിട്ട് വേണം, ഇച്ചിരി ചാറായിട്ട് വേണം. അതുകൊണ്ട് നമ്മളിതേ ആ എല്ലൊക്കെ വെന്തോന്ന് നോക്കിയിട്ട് നമ്മുടെ കപ്പയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണല്ലോ, നമ്മൾ ആ കപ്പയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അവരൊന്ന് കുടഞ്ഞ് അത് അതിനകത്തേക്ക് ആക്കും. അപ്പോൾ ഞാൻ ആ കുക്കറിനകത്തുനിന്ന് നമ്മൾ വെന്ത കപ്പ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഇനി അന്ന് കുടഞ്ഞ് എല്ലാം ഒന്ന് ഇട്ട് നമ്മുടെ എല്ലെല്ലാം ഒന്ന് അടിയിലാക്കി ഇളക്കിയിട്ട് നമ്മൾ സാധാരണ കപ്പയ്ക്ക് അരച്ച് ചേർക്കുന്ന ഇച്ചിരി തേങ്ങായും 2 കുഞ്ഞുള്ളിയും കാന്താരിയും കൂടെ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. നേരത്തെ ഞാൻ കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അത് വേറെ ഒരു രീതിക്ക് വേവിച്ചു. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഇതേ വേവിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ കുടഞ്ഞെല്ലാം കൂടെ നല്ലപോലെ ഇങ്ങനെ പിടിച്ച് കുടഞ്ഞ് നമ്മൾ കപ്പയൊക്കെ എല്ലാം നമ്മുടെ കപ്പയുടെ അടിയിലേക്കിട്ട് മുകളിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങായും നമ്മുടെ ഉള്ളി, വേണമെങ്കിൽ ഒരു വെളുത്തുള്ളിയുടെ ഒരു കുഞ്ഞു കഷ്ണം കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി അരക്കണോ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ എല്ലിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കപ്പയ്ക്ക് വേണമെങ്കിൽ ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു 2 കുഞ്ഞുള്ളിയും ഇച്ചിരി കാന്താരിയും തേങ്ങായും എല്ലാം കൂടെ കൂട്ടി നമ്മളൊന്ന് ഒതുക്കിയത്, അങ്ങനെ അരച്ച് ചാറാക്കിയതല്ല, നമ്മളൊന്ന് ഒതുക്കിയെടുത്തത് നമ്മുടെ ഈ കപ്പയ്ക്കകത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്കത് കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി നമുക്ക് ഇളക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ഈ അരച്ചതും കൂടെ അതിനകത്തേക്ക് ഇടുമ്പോൾ നല്ല ഒതുക്കി വെച്ച തേങ്ങയൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വറുത്ത് തേങ്ങ ഇടുമ്പോൾ അത് വേറൊരു ലെവൽ ടേസ്റ്റ്. ഇത് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പെട്ടെന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയതുകൊണ്ട് വേറൊരു വെറൈറ്റി ടേസ്റ്റാണിത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് നമ്മുടെ ആ തേങ്ങയുടെ ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് ആവി മേളിൽ കയറി വരുന്നോടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു ചെറുതീയിൽ അവിടെ ഇരിക്കട്ടെ. ഇതേ നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ ആവി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് ലാസ്റ്റത്തെ നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പിടി കരിയാപ്പില ഒന്ന് തിരുമിയിട്ട് ഒരു 1-2 സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയാണ്. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി കപ്പ ബിരിയാണി. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും തയ്യാറാക്കുന്നത്, എന്നാലും വേണ്ടില്ല, ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ലാസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പം ഒന്ന് എടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, താങ്ക് യു.